ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം അന്തിമ രൂപം നൽകി. ബംഗാളിൽ 6 ലോക്സഭാ സീറ്റുകളിൽ സിപിഎം കോൺഗ്രസ് പരസ്പരം മത്സരിക്കില്ല. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതായി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സന്തോഷിന്റെ റിപ്പോർട്ട്. 2 ദിവസം നീണ്ടുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളാണ് ചർച്ച ചെയ്തത്. ബിജെപിയെ തോൽപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കോൺഗ്രസും ബിജെപിയും മുഖാമുഖം വരുന്ന സംസ്ഥാനങ്ങളിൽ സിപിഐഎം 1-2 സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബിജെപിയെ തോൽപ്പിക്കാനുള്ള പ്രചാരണം നടത്തുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. The contest is directly between BJP and the Congress. Wherever the CPIM and the left have its struggle basis, its areas of influence, there in 1 or 2 seats we will fight, but in the rest of the seats, our call is to defeat the BJP. 7 സംസ്ഥാനങ്ങളിൽ നിലവിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ DMKയുമായിട്ടാണ് ചർച്ച. മഹാരാഷ്ട്രയിൽ 2 സീറ്റിൽ കഴിഞ്ഞ തവണ സിപിഐഎം ഒറ്റയ്ക്ക് മത്സരിച്ച് 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയിരുന്നു. ഈ മണ്ഡലങ്ങളായ ദിന്തോഗലിലും പൽഘാറിലോ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാൻ NCPയുമായി ചർച്ച നടക്കുന്നുവെന്നും സീതാറാം യെച്ചൂരി അറിയിച്ചു. ബീഹാറിലാകട്ടെ ലാലു പ്രസാദ് യാദവുമായി ഉജ്ജൻപൂരിൽ മത്സരിക്കുന്ന സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. മറ്റൊരു നിർണായക സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ 4 ലോക്സഭാ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിനുണ്ട്, 2 സിറ്റിംഗ് സീറ്റുകൾ സിപിഐഎമ്മിനും. ഈ 6 സീറ്റുകളിൽ പരസ്പരം മത്സരിക്കില്ല. ബാക്കിയുള്ള സീറ്റുകളിൽ എങ്ങനെയാണ് മത്സരം വേണ്ടത് എന്നത് ബംഗാളിലെ ലെഫ്റ്റ് ഫ്രണ്ട് ഈ 8-ാം തീയതി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് സീതാറാം യെച്ചൂരി അറിയിച്ചു. The Central Committee has decided that there are today 6 sitting seats which are neither BJP nor Trinamool in the Lok Sabha, existing sitting seats, where there are 4 of the Congress and 2 of the CPIM. So we have decided that in these 6 seats there should be no mutual contest. That is the message that we want to give to the people of Bengal, is that we maximize the pooling of anti-BJP, anti-Trinamool Congress votes. പുൽവാമ സ്ഫോടനത്തെ ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. മോദിയുടെ കാശ്മീർ നയം പരാജയപ്പെട്ടെന്നും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐയുടെ സ്ഥാനാർത്ഥി പട്ടികയായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ സി ദിവാകരൻ മത്സരിക്കും. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും വയനാട്ടിൽ PP സുനീറും മത്സരിക്കുമെന്നാണ് ധാരണ. LDF സീറ്റ് വിഭജനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഷീജയുടെ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 2 സിറ്റിംഗ് MLAമാർ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം മണ്ഡലം 4 സീറ്റുകളിലേക്കാണ് പ്രധാനമായും സിപിഐ മത്സരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സിപിഐയുടെ സ്ഥാനാർത്ഥിയാവുക സി ദിവാകരനാണ്. നേരത്തെ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രന്റെ പേരടക്കമുള്ളവ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യം ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ തന്നെ കാനം രാജേന്ദ്രൻ ആ ഒരു ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് സി ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ കൌൺസിൽ അന്തിമമായി എത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതിലുള്ള പ്രതികരണവും സി ദിവാകരൻ നടത്തിയത് ഇത്തരത്തിൽ തന്നിലുള്ള വിശ്വാസം, തന്നിൽ പാർട്ടി അർപ്പിക്കുന്ന വിശ്വാസം അതിനുവേണ്ടി താൻ പൂർണ്ണമായും പ്രവർത്തിക്കുന്നതായിരിക്കുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹവും സി ദിവാകരനും നിലവിൽ പ്രതികരിച്ചത്. നിലവിൽ അദ്ദേഹം തിരുവനന്തപുരം നെടുമങ്ങാട് മണ്ഡലത്തിലെ MLA ആണ്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമാണ് സി ദിവാകരൻ. ആ രീതിയിൽ ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നത് സി ദിവാകരനിലേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല, ഏത് വെല്ലുവിളിയായിട്ടും ഇവിടെ എന്ന് അവസാനമായി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. മാവേലിക്കര മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ 3 ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള അനുകൂല ഘടകം അത് ഒരേ രീതിയിൽ തന്നെ ചിറ്റയം ഗോപകുമാറിനെ അനുകൂലിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് നിലവിൽ അടൂർ MLA ആയിട്ടുള്ള ചിറ്റയം ഗോപകുമാറിനെ മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ചേർന്ന കൌൺസിൽ തീരുമാനിച്ചത്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്ത പ്രവർത്തനം പാർട്ടി തീരുമാനം നടപ്പിലാക്കും.
തൃശൂർ മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ CN ജയദേവൻ അവിടുത്തെ നിലവിലെ MP CN ജയദേവന്റെ അഭിപ്രായം അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ അന്തിമ തീരുമാനം വന്നിരിക്കുന്നത്. രാജാജി മാത്യു തോമസ് ആണ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം ജനയുഗത്തിന്റെ എഡിറ്ററാണ്. ഏതായാലും അത്തരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവും. 5-ാം തീയതി നാഷണൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, 6-7 എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർമലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. 42 വർഷമായിട്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറ് തന്നെ എന്തിനും. പാർലമെന്ററി രംഗത്ത് ആദ്യമല്ലല്ലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വയനാട് മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടെ കാര്യമായുള്ള എതിർപ്പുകൾ ഒന്നും ഇല്ലാതെ തന്നെയാണ് PP സുനീർ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹവും പാർട്ടി തന്നെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പൂർണ്ണമായും പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് ശേഷം പ്രതികരിച്ചത്. തീർച്ചയായും പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിയും. വയനാട് സീറ്റ് വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയ മുന്നേറ്റം LDF ഉണ്ടായി വന്ന ഒരു കാലഘട്ടവും പൊതുരാഷ്ട്രീയ രംഗത്തുള്ള സ്വീകാര്യതയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ ഏതായാലും LDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. അത് ഈ വെള്ളിയാഴ്ചയോടുകൂടി പൂർത്തിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സീറ്റ് വിഭജനം LDFന്റെ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഈ 4 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം. അത് LDFന്റെ ആകെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമായിട്ട് തന്നെയായിരിക്കും ഇതിന്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവുക. വാർത്തകൾ തുടരുന്നു. ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാതെ KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം പിരിഞ്ഞു. സമിതി അംഗങ്ങളുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി. സ്ഥാനാർത്ഥികളുടെ പരിഗണനാ പട്ടികയിൽ നിന്ന് സിറ്റിംഗ് MPയെ ഒഴിവാക്കിയ പത്തനംതിട്ട DCCക്കെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. റിനു തയ്യാറാക്കിയ റിപ്പോർട്ട്. ജീവൻകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ധാരണയുമായിട്ടില്ല. ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിലും ഇത് സംബന്ധിച്ച് ഒരു ധാരണയും ഉണ്ടാകാതെയാണ് എല്ലാ നേതാക്കളും പിരിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ചുമതലക്കാരനായ AICCയുടെ ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്ക്, അതോടൊപ്പം KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ നേതാക്കന്മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് ആദ്യം ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ആയിരുന്നു ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന തീരുമാനത്തിലാണ് ഇന്ന് യോഗം പിരിഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കേരളത്തിന്റെ ചുമതലക്കാരനായ AICCയുടെ ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് മാധ്യമങ്ങളോട് പറഞ്ഞു. Today we have not arrived at any conclusions, but the process has begun. Very soon after we are able to get the recommendations from the Pradesh Election Committee, further action for selecting the candidates will be taken. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ പേര് പത്തനംതിട്ട DCC ഒഴിവാക്കിയതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നത്. നിരവധി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നത് മണ്ഡലങ്ങളിൽ നിന്ന് 3 പേരുകൾ സമർപ്പിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നതെങ്കിലും 1/2 ഡസനിലേറെ പേരുകളാണ് പല മണ്ഡലങ്ങളിൽ നിന്നായി ഉയർന്നു വന്നിരിക്കുന്നത്. DCCകൾ തന്നെ നിരവധി പേരുകൾ ഇവിടെ കൊണ്ടുവന്നു. അത് വരുന്നത് തീർച്ചയായും പിന്നീട് അതൊരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ ഇടയാക്കും എന്നതാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും KPCCയുടെ മുൻ അധ്യക്ഷനായ VM സുധീരൻ താൻ ഇനി മത്സരിക്കാനില്ല എന്ന നിലപാട് ഇന്നത്തെ KPCC നേതൃയോഗത്തെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന തിരക്കുകളിലേക്ക് പാർട്ടികൾ കടക്കുന്ന ഈ വേളയിലും ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല. വരും ദിവസങ്ങളിൽ ആ ധാരണ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. സിറ്റിംഗ് MPമാർ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം, മണ്ഡലം മാറേണ്ടവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനമാകും എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. PJ ജോസഫിന്റെ സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തെ തള്ളി ജോസ് കെ മാണി. ലഭിക്കുന്ന സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന മറുപടി. പിളർന്നാലും വേണ്ടില്ല, കോട്ടയം സീറ്റിൽ മാണിയുടെ നോമിനി തന്നെ. അസ്വസ്ഥരായി ജോസഫ് വിഭാഗം. പ്രശാന്തിന്റെ റിപ്പോർട്ട്.
രണ്ടാം സീറ്റും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം തന്നെ നടത്തി പാർട്ടി പ്രതിനിധിയിലാക്കിയിട്ടുള്ള പി ജെ ജോസഫിനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് മാണി വിഭാഗം. പ്രത്യേകിച്ച് UDF-നോട് 2 സീറ്റ് ചോദിച്ചെങ്കിലും 1 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നാലും അത് ജോസഫിന് നൽകില്ല എന്നുള്ളതാണ് പാർട്ടി വൈസ് ചെയർമാൻ നൽകുന്ന സൂചന. മാത്രമല്ല പി ജെ ജോസഫ് മത്സരിക്കുമെന്ന ചോദ്യത്തോട് ഉള്ള ഒരു പ്രതികരണം എന്ന നിലക്കായിരുന്നു. ആര് സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി തീരുമാനിക്കും എന്ന രീതിയിലാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല കോട്ടയം സീറ്റിൽ മാണി വിഭാഗത്തിന്റെ പ്രതിനിധി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന വാക്കുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പിക്കുന്നതായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. മാത്രമല്ല ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പ് ഇനി മറ്റ് ചർച്ചകളൊന്നും പാർട്ടിയിൽ വേണ്ട എന്നുള്ളതും സീറ്റ് സംബന്ധിച്ച കാര്യത്തിൽ UDF തീരുമാനം വന്ന ശേഷം സ്ഥാനാർത്ഥി തന്നെ സംബന്ധിച്ച കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനമെടുക്കും എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ മാണി ഗ്രൂപ്പിനാണ് മുൻതൂക്കമുള്ളത്. പാർട്ടിയിലെ ഭിന്നതകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മോഹവും എല്ലാം പരസ്യമാക്കിയിട്ടുള്ള പി ജെ ജോസഫിനോട് കടുത്ത നിലപാടെടുക്കണമെന്ന വികാരമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവർത്തകരടക്കം തന്നെ സൈബർ ആക്രമണം വരെ നടത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും പി ജെ ജോസഫിനോട് യാതൊരു തരത്തിലും സന്ധിയില്ല, കടുത്ത നിലപാട് തന്നെ എടുക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഒപ്പം ഇതിന്റെ ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി പിറന്നാലും അത് എല്ലാം തന്നെ നേരിടാനുള്ള കരുത്ത് ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ജോസ് കെ മാണിയുടെ പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നത്. ടുത്തോടെ പെരും നുണകളുമായി BJP നേതാക്കൾ രംഗത്ത് വരികയാണ്. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെന്നിരിക്കെ ബാലാക്കോട്ടിൽ 250 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന അമിത്ഷായുടെ പ്രസ്താവനയാണ് ഇന്നത്തെ പെരും നുണ. അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടന്ന വ്യോമസേന മേധാവിയുടെ വാർത്താസമ്മേളനത്തിൽ മരണസംഖ്യ അറിയില്ലെന്ന് വ്യക്തമാക്കിയതോടെ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള BJPയുടെ നീക്കം പുറത്തായി. ശരത്തിന്റെ റിപ്പോർട്ട്. പുൽവാമ ഭീകരാക്രമണവും ബാലാക്കോട്ടിലെ വ്യോമാക്രമണവും ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പറഞ്ഞ BJP തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ നീക്കങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിച്ചത് ബാലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 250 ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇതേവരെയായി കേന്ദ്ര സർക്കാരോ പ്രതിരോധ വൃത്തങ്ങളോ ഒന്നും തന്നെ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാതിരിക്കെയാണ് ഈ രീതിയിലുള്ള അവകാശവാദവുമായി BJP അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തിയത്. ഇതിനു പിന്നിൽ കൃത്യമായും ബാലാക്കോട്ട് സംഭവം രാഷ്ട്രീയമായി ഉയർത്തിക്കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. സജീവമായി BJP വേദികളിലൊക്കെ തന്നെ ഈ വിഷയം ചർച്ചയാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന BJP അധ്യക്ഷൻ അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ് എന്ന് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ വ്യോമസേന മേധാവിയായ BS ധനോവയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. The target has been clearly amplified by the Foreign Secretary in his statement. Yes. And of course, if he planned to hit the target, we hit the target. Otherwise, why would he have responded? ANI, please. If he had dropped bombs in the jungle, there's no need for him to respond. That statement will be made by the government. No, I mean, Air Force is not in a position to clarify that how many people were inside that we don't count human casualties. ഭീകരർ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് സർക്കാരാണ് കണക്ക് പുറത്തുവിടേണ്ടത് എന്നും വ്യോമസേനയുടെ കയ്യിൽ കണക്കില്ല എന്നും കൃത്യമായും BS ധനോവ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അമിത്ഷാ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് പച്ചക്കള്ളമാണെന്നും ഇത് കൃത്യമായും വിഷയത്തെ സജീവമായി ചർച്ചയാക്കിക്കൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതോടൊപ്പം തന്നെ മനോജ് തിവാരി എന്ന BJPയുടെ ദില്ലി സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം BJPയുടെ റാലിയിൽ പങ്കെടുത്തത് സൈനിക വേഷം ധരിച്ചുകൊണ്ടായിരുന്നു. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ ചിത്രങ്ങൾ BJP പതാകയ്ക്കൊപ്പം കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് BJP റാലി സംഘടിപ്പിച്ചത്. ഈ രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ, അതിന്റെ പ്രകടമായ ഉദാഹരണങ്ങൾ ഓരോ ദിവസവും BJPയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ഇതേവരെയായി വ്യോമാക്രമണത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തെ കൃത്യമായി മുതലെടുക്കുകയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിയ BJP ബാലാക്കോട്ട് ആക്രമണം ഉൾപ്പെടെയുള്ള നിലവിലെ രാഷ്ട്രീയ ചില വിഷയങ്ങൾ, ആക്രമണ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് BJP ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗം നാളെ ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വിഷയം ബുധനാഴ്ച ചർച്ച ചെയ്യും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വായ്പയിന്മേലുള്ള മറ്റ് നടപടികളിലേക്ക് സഹകരണ ബാങ്കുകൾ നീങ്ങില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. ഷീജയുടെ റിപ്പോർട്ട്.
കാർഷിക വായ്പയിന്മേൽ ജപ്തി നടപടികൾ ബാങ്കുകൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നത്. നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നതാണ്. ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗമാണ് നാളെ അടിയന്തരമായി ചേരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകമായി തന്നെ ഇത്തരത്തിൽ കർഷകരുടെ ഈ വായ്പാ വിഷയം അത് പ്രത്യേകമായി തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പുറമെയാണ് ബുധനാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ബാങ്കുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വായ്പയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, അതായത് ജപ്തി നടപടികളടക്കം ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യവും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബാങ്കുകളോട് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കുകൾ മനുഷ്യത്വരഹിതമായ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് കൃഷിമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. കാരണം നിരവധി തവണയാണ് അവരോട് ഇത്തരത്തിലുള്ള ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിൽ ഒരു നടപടിയും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കൃഷിമന്ത്രി വിമർശിച്ചത്. നൽകിയത് സുപ്രധാന നിയമനങ്ങൾ പുറം ഏജൻസിക്ക് നൽകാൻ PSC നീക്കമെന്ന മലയാള മനോരമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന PSC. ഇങ്ങനെയൊരു നിർദ്ദേശം PSCക്ക് മുന്നിലില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. ഇപ്പോൾ PSC നടത്തുന്ന എല്ലാ പരീക്ഷകളും PSC തന്നെ നടത്തണമെന്നതാണ് നിലപാട്. ഷീജയുടെ റിപ്പോർട്ട്. പ്രധാനമായും സർവകലാശാല, കമ്പനി, കോർപ്പറേറ്റ് അസിസ്റ്റന്റ്, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഗ്രേഡ്, വകുപ്പ് തല, DPC എന്നീ സുപ്രധാന നിയമനങ്ങൾ അതാണ് PSCയിൽ നിന്ന് എടുത്തു മാറ്റി അതൊരു ബാഹ്യ ഏജൻസിക്ക് നൽകാൻ ഉള്ള നീക്കങ്ങൾ നിലവിൽ PSCയിൽ നടക്കുന്നു എന്ന തരത്തിൽ ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വാർത്ത വന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ PSCയിൽ നിന്നും വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ചെയർമാനും അതോടൊപ്പം തന്നെ മറ്റു 3 മുതിർന്ന ബോർഡ് അംഗങ്ങളും PSCയിലെ ബോർഡ് അംഗങ്ങളും തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അവർ 3 പേരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ PSCയോട് അടുത്ത വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത അത് വസ്തുത വിരുദ്ധമാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. നിലവിൽ PSCയിൽ ഇത്തരത്തിൽ ഒരു സാഹചര്യവും ഇല്ല, ഇത്തരത്തിൽ ഒരു വിഷയവും PSCയുടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതിൽ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്കും അതുകൊണ്ട് തന്നെ PSC എത്തിയിട്ടില്ല. നിലവിൽ PSC ഏതൊക്കെ പരീക്ഷകളാണോ ഏതൊക്കെ നിയമനങ്ങളാണോ നടത്തുന്നത് അത് പൂർണ്ണമായും ഇനിയും PSC തന്നെ നടത്തിക്കൊണ്ടു പോകുന്നതായിരിക്കും എന്നുള്ളത് തന്നെയാണ് PSCയുടെ ഉറച്ച തീരുമാനം എന്നുള്ള കാര്യം തന്നെയാണ് PSCയുടെ അടുത്ത വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കായികക്ഷമതാ പരീക്ഷ, അതായത് പോലീസ്, എക്സൈസ് എന്നീ ഘടകങ്ങളുടെ കായികക്ഷമതാ പരീക്ഷ അതും ഇത്തരത്തിലൊരു ബാഹ്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ളൊരു നീക്കം ഉണ്ട് എന്നുള്ളതും മലയാള മനോരമ പത്രത്തിൽ അവരുടെ വാർത്തയിൽ തന്നെ ആ കൂട്ടത്തിൽ ഇതും ഉൾപ്പെടുത്തിയിരുന്നു. അത്തരത്തിലൊരു തീരുമാനവും PSC കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം നിലവിൽ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്, PSC വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷകളെല്ലാം ഇതിന്റെ നിയമനങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ ഭീതിയിലാക്കിക്കൊണ്ട് PSCക്ക് മേൽ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കുക, അത് തന്നെയാണ് ഈ ഒരു വാർത്തയുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് PSC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ചിതറയിൽ CPM പ്രവർത്തകനായ ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൊലപാതകത്തിൽ കലാശിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ വൈരാഗ്യം സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാജ്കുമാറിന്റെ റിപ്പോർട്ട്. ചിതറയിൽ CPM പ്രവർത്തകനായ AM ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഷാജഹാനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇനി സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൽ വ്യക്തിവിരോധമാണ് എന്ന നിലയിലുള്ള ഒരു ആക്ഷേപവും മറ്റും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതേസമയം രാഷ്ട്രീയ വിരോധം ഉണ്ട് എന്ന് പോലീസിന്റെ FIRൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പോലീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഇക്കാര്യം പറയുന്നുണ്ട്. ഈ ഷാജഹാൻ AM ബഷീറിനെ കുത്തി കൊലപ്പെടുത്തുമ്പോൾ കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. അതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു? അപ്പോൾ രാഷ്ട്രീയ വിരോധം ഉണ്ടായിരുന്നു. എന്തായിരുന്നു രാഷ്ട്രീയം സംബന്ധിച്ച് ഇവർ തങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം? അതിലേക്കാണോ ഈ കൊലപാതകം വഴിതെളിച്ചത്? ഇത്തരം കാര്യങ്ങളാണ് പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇക്കാര്യത്തിലുള്ളൊരു വ്യക്തത കൈവരിക. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.